Good morning all. So this lecture takes you to the poem, a short poem, a very short poem titled The Old Pond by Matsuo Basho. And this short poem or this short poetic form is called haiku. Okay, this is Japanese form, Japanese poetic form, and let us study a bit. At first, let us study a bit about haiku. Okay, so haiku is an unrhymed poetic form consisting of 17 syllables arranged in 3 lines of 5, 7, and 5 syllables respectively. അപ്പോൾ എന്താണ് ഈ ഹൈക്കു എന്ന് പറഞ്ഞാൽ those are unrhymed പോയറ്റിക് ഫോം. അൺറൈംഡ് ആണ്, അതായത് ഇൻറ്റേർണലായിട്ടോ ഫെമിനായിട്ടോ ഒരു റൈംസും അതിനുള്ള വരുന്നില്ല. അതായത് സിമിലർ ആയിട്ടുള്ള സൗണ്ട്സ് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടല്ല അത് എഴുതിയിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി സിലബിൾസ്? 17 സിലബിൾസ്. ഓക്കെ, അപ്പോൾ എന്താ സിലബിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആദ്യത്തെ വർഷം നിങ്ങളുടെ ഈ സെമസ്റ്ററിൽ നിങ്ങൾ ഫോണറ്റിക്സ് ഒക്കെ ഡീൽ ചെയ്തില്ലേ അല്ലേ? ഇല്ല സോറി. നിങ്ങൾ ഫോണറ്റിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചപ്പോൾ അതിനുള്ളിൽ തന്നെ എന്താ ഈ പറയുന്നുള്ള സിലബിൾസ് എന്ന് പറഞ്ഞാൽ കൊടുത്തത്. അപ്പോൾ സിലബിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊരു വേർഡിനും അതിനെ പല സിലബിൾസ് ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ബേസ്ഡ് ഓൺ ഹൗ മെനി വാവൽസ് ആർ ദെയർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻ എന്ന് പറയുന്ന വേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സിലബിളേ ഉള്ളൂ. കാരണം എന്താ, അതിനകത്ത് ഒരു വാവൽ സൗണ്ടേ ഉള്ളൂ. ഇ എന്ന് പറയുന്ന വവൽസ് ഉണ്ട്. അപ്പോൾ അത് ഇറ്റ് ആക്ട്സ് ആസ് ദാറ്റ് പെർട്ടിക്കുലർ വവൽ സൗണ്ട് ആക്ട്സ് ആസ് ഇറ്റ്സ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ, അത് ഒരു ഓൺലി വൺ സിലബിൾ ഇസ് ദ. നെക്സ്റ്റ് വൺ ഇസ്, ഇപ്പോൾ 2 സിലബിൾസ് ഉള്ള വേർഡാണെന്ന് നോക്കിക്കോളൂ, സിരി. ഓക്കെ, CITY, സിരി. സിരി എന്നുള്ള പറയുന്ന വേർഡ് എടുക്കുമ്പോൾ അതിനകത്ത് 2 സിലബിൾസ് ഉണ്ട്. സി എന്ന് പറയുന്നതാണ് 1 ആൻഡ് ടി എന്ന് പറയുന്നത് 2. അപ്പോൾ സി ആൻഡ് ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ CI കംസ് 1 ആൻഡ് TY ബിക്കംസ് ദ സെക്കൻഡ് 1. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ എഗെയിൻ 2 ഏതാണ് നമ്മുടെ ഇ എന്ന് പറയുന്ന സൗണ്ടാണ് വവൽ. CIയിൽ ഇയും ആൻഡ് TYയിൽ ഇയുമാണ് അതിൻ്റെ അകത്ത് ഓരോരോ സിലബിൾസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു സിലബിൾസിലും ഒരു വവൽ ഉണ്ടായിരിക്കാം. ഏതൊരു വേർഡിനെയും നമുക്ക് ഒന്നോ അതിൽ കൂടുതൽ സിലബിൾസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വേർഡ് എന്ന് പറയുന്നത് WORD അതൊരു വലിയ വേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 സിലബിൾ. ഏതാണ് അതിൻ്റെ അകത്ത് വേർഡ് എന്നുള്ള സിലബിളിലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്? എന്ന് പറയുന്ന എന്ന് പറയുന്നത് സെക്കൻഡായിട്ട് വരുന്ന ആ ഒരു സൗണ്ടാണ് അതിൻ്റെ അകത്തെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ വവൽ സൗണ്ട്. ബാക്കി ഡ, ഈ 2 സൗണ്ടും കോൺസണൻസ് ആണ്. അപ്പോൾ ഇതേപോലുള്ള 17 സിലബിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഒരു ഹൈക്കു എന്ന് പറയുന്നത്. പക്ഷേ ഈ 17 സിലബിൾസും അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഓർഡർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അതിൽ ഫസ്റ്റ് ലൈനിൽ എത്ര സിലബിൾസ് ഉണ്ടാവും? 5 സിലബിൾസ്. സെക്കൻഡ് ലൈനിൽ 7 സിലബിൾസ് ആൻഡ് തേർഡ് ലൈനിൽ 5 സിലബിൾസ്. ഓക്കെ, അപ്പോൾ 5, 7, 5 17 സിലബിൾസ് ആണ് മൊത്തം ഉള്ളത്. ആ 17 സിലബിൾസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു? ആദ്യത്തെ 5 സിലബിൾസ്, സെക്കൻഡ് വണ്ണിൽ 7 syllables, and third one is 5 syllables. Okay, the haiku first emerged in Japanese literature during the 17th century as a terse reaction to elaborate poetic traditions. Okay, ആദ്യം ഇതുണ്ടായത് നമ്മുടെ ജപ്പാനിലാണ് ഉണ്ടായത് 17th centuryയിൽ. അതും എന്തിനും റിയാക്ഷനായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഉണ്ടായത്. ടു എലാബറേറ്റ് പോയറ്റിക് ട്രഡീഷൻസ്, ഭയങ്കര എലാബറേറ്റ് ആയിട്ടുള്ള പോയറ്റിക് ട്രഡീഷൻസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഹൈക്കു. അപ്പോൾ നിങ്ങൾക്കറിയാം 17 syllables കൊണ്ട് എന്ത് കുഞ്ഞു പോവായിരിക്കും നിങ്ങൾ ആലോചിക്കുക. Though it did not become known by the name haiku until the 19th century. 19th century ആയാൽ മാത്രമാണ് അതിന് ഒരു ഹൈക്കു എന്നുള്ളൊരു പേര് അതിന് കൊടുത്തത് 19th centuryയോട് കൂടി മാത്രമാണ്. The term haiku is derived from the first element of the word haikai, a humorous form of renga or linked verse poem. Okay, term haiku എന്ന് പറയുന്നത് വന്നത് ഹൈക്കായ് എന്ന് പറയുന്ന ഒരിതിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഹൈക്കായ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് ഒരു കോമ്പറ്റീഷൻ പോലെ നടക്കുന്ന ഒരു കാര്യമുണ്ട് വിച്ച് ഇസ് കോൾഡ് രംഗ. ഓക്കെ, അപ്പോൾ ഇത് രംഗ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഇസ് ലിങ്ക്ഡ് വേഴ്സ് പോം.
ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു രംഗാൽ ഒരു 2 പോയിറ്റ്സോ 2 അതിൽ കൂടുതൽ പോയിറ്റ്സ് ഉണ്ടായിരിക്കാം, എത്രയും മെമ്പേഴ്സിന് വേണമെങ്കിലും പങ്കെടുക്കാം എന്നാണ്. അപ്പോൾ 2 പോയിറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരാൾ ഈ പറയുന്ന പോലെ 575 എന്ന് പറയുന്ന ആ ഒരു ഓർഡറിൽ അയാളൊരു പോം പറയുന്നു, 17 syllables ഉള്ള പോം. രണ്ടാമത്തെ ആൾ 77 എന്നുള്ള ഓർഡറിൽ ഒരു ഇത് പറയുന്നു. ഓക്കെ, ഒരു ഹൈക്കു പറയുന്നു. ഇങ്ങനെ നമ്മൾ ഈ ശ്ലോകം ചൊല്ലുന്നില്ലേ, ഓക്കെ, അതുപോലെ നമ്മൾ പൊതുവെ ശ്ലോകം ചൊല്ലി കളിക്കുമ്പോഴത്തേക്കും അക്ഷര ശ്ലോകം പറയുമ്പോഴത്തേക്കും നമ്മൾ നിലവിലുള്ള ശ്ലോകങ്ങളാണ് പറയുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. വേറെ ഇത് അങ്ങനെയല്ല, നമ്മൾ അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്ത് പറയണം. ലൈക്ക് ഷായരി പറയുന്ന പോലെ എന്ന് വിചാരിച്ചാൽ മതി. ഷായരി പറയുമ്പോഴത്തേക്ക് ഒരാൾ പറയുന്നതിന് അനുസരിച്ച് അടുത്ത ആൾ ഷായരി പറയുന്നില്ലേ, അപ്പോൾ അതുപോലെയാണ്. ഒരു പെർട്ടിക്കുലർ തീം ഉണ്ടായിരിക്കാം, ആ തീമിനനുസരിച്ച് ഓരോരുത്തർ അവരുടേതായിട്ടുള്ള വേർഷൻസ് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ പറയുന്നതാണ് നമ്മൾ ഹൈക്കായ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈക്കായ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൺ. ആൻഡ് ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ദ വേർഡ് ഹോക്കു. ഓക്കെ, രണ്ടാമത്താണ് ഹോക്കു എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കായും ഹോക്കുവും കൂടെ ചേർന്നിട്ടാണ് എന്താവുന്നത്, ഈ പറയുന്ന പോലെ നമ്മുടെ ഹൈക്കു എന്ന് പറയുന്ന ആ ഒരു ഫോം ഉണ്ടായെന്നാണ്. അതിൽ ഈ ഹൊക്കു എന്ന് പറയുന്നത് ബേസിക്കലി രംഗാല ഫസ്റ്റ് സ്റ്റാൻസ്, അത് 575 പറയുന്നില്ലേ, അതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ ഹൊക്കു എന്ന് പറയുന്ന എലമെൻ്റാണ് പിന്നെ എന്തായിട്ട് മാറിയത്, ഹൈക്കു ആയിട്ട് മാറിയത്. The hokku, which set the tone of a renga, had to mention in its 3 lines such subjects as the season, the time of the day, and the dominant features of the landscape, making it almost an independent poem. Okay, but the hokku ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റാൻസാൽ ഈ പറയുന്ന രംഗ വേഴ്സ് അവർ പ്ലേ ചെയ്യുമ്പോൾ അതിൽ ഹോക്കു ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നതിൽ തന്നെ എന്ത് സെറ്റ് ചെയ്യണം എന്നാണ്, ഇറ്റ് ഹാസ് ടു മെൻഷൻ വാട്ട് ദ സബ്ജക്ട്സ് സച്ച് ആസ് ദ സീസൺ, ടൈം ഓഫ് ഡേ ആൻഡ് ദ ഡോമിനൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. ഓക്കെ, അപ്പോൾ അത് മൊത്തത്തോടെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് പോമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതിൽ സബ്ജക്ട്സ് ഓഫ് ദ സീസൺ എന്നൊക്കെ പറയുന്നില്ലേ, അതിനൊക്കെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വേർഡ്സ് ഉണ്ട്, ജാപ്പനീസൊക്കെ. തിങ് ഈസ് ദാറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സീസൺ കാണിക്കുന്ന ഏതൊരു ഹൈക്കോലാണെങ്കിലും സീസൺ കാണിച്ചിരിക്കണം എന്നായിരുന്നു അന്നൊക്കെ. 18th and 19th century തന്നെയും സീസൺ അറിയിച്ചിരിക്കും, സീസൺ അനുസരിച്ചായിരിക്കണം കമ്പോസ് ചെയ്യാനെന്ന്. അപ്പോൾ ദർ ഈസ് എ സർട്ടൻ വേർഡ്, അങ്ങനെ ഒരു സർട്ടൻ വേർഡ് എപ്പോഴും അവർ ആഡ് ചെയ്യും ഏത് സീസണാണെന്ന് കാണിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ബ്ലോസമിങ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നതാണെന്നുണ്ടെങ്കിൽ അത് ബേസിക്കലി എന്തിനൊക്കെ ഏത് സീസണിനെ കാണിക്കുന്നതായിരിക്കാം, സ്പ്രിങ്ങിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വേർഡ് വിച്ച് ഡിനോട്ട്സ് എ പെർട്ടിക്കുലർ സീസൺ, ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന വേർഡിനാണ് ഇവർ കിഗു എന്ന് വിളിച്ചിരുന്നത്, KIGU. ഞാൻ അവിടെ എവിടെ കൊടുത്തിട്ടുണ്ട് കിഗുവിനെ കുറിച്ച്. അപ്പോൾ അതും ഒന്ന് ഓർമ്മിച്ചു, കിഗു. ഓക്കെ, നൗ the hokku, often interchangeably called haikai, became known as the haiku in the late 19th century. കൂടി ഹോക്കു അത് രംഗ വേഴ്സിലെ ഫസ്റ്റ് സ്റ്റാൻസ, ഓക്കെ, അതായത് ഹോക്കു. ഓക്കെ, ആ ഹോക്കു ആണ് പിന്നീട് 19th century ആയപ്പോൾ എന്തായിട്ട് മാറിയത്, ഹൈക്കു ആയിട്ട് മാറിയത്. അതിൻ്റെ ആ ഫോം അതേപോലെ അങ്ങ് അവർ എടുക്കുമായിരുന്നു, 575 എന്ന് പറയുന്നത് അതേപോലെ അങ്ങ് ഹൈക്കുവിന് വേണ്ടി എടുക്കുമായിരുന്നു. ടുഡേ ദ ടേം ഹൈക്കു ഇസ് യൂസ്ഡ് to describe all poems that use a 3-line 17-syllable structure, even the earlier hokku. പണ്ടത്തെ ഹോക്കു ആയിക്കോട്ടെ ഇന്നത്തെ ഈ പറഞ്ഞ 3-line 17-syllable സ്ട്രക്ചറിൽ എഴുതിയിരിക്കുന്ന ഏത് പോംസിനെ നമ്മൾ ഇന്ന് ഹൈക്കു എന്ന് വിളിക്കാറുണ്ട്. The form gained distinction early in the Tokugawa period when the great master Basho elevated the hokku to a highly refined and conscious art. നമ്മൾ പഠിക്കാൻ പോകുന്ന Matsuo Basho, ഓക്കെ, പുള്ളിയെക്കുറിച്ച് പറയുന്നത് ഇവിടെ. അത് പുള്ളിയാണ് അതിനെ ഈ ടോക്കുഗാവ പീരിയഡിലാണ് അതിനെ വേറൊരു എലിവേറ്റഡ് ലെവലിലോട്ട് കൊണ്ടുപോയതിൻ്റെ ഫുൾ ക്രെഡിറ്റ് goes to this Matsuo Basho man. Now, after Basho, and particularly after the haiku's revitalization in the 19th century, its range of subjects expanded beyond nature. ഈ പറയുന്ന പോലെ ബാഷോ വരുന്നവരെയും ബാഷോയുടെ കാലഘട്ടം വരെയും അല്ലെങ്കിൽ ഈ പറയുന്ന ടോക്കുഗാവ പീരിയഡ് വരെയും സംഭവം എന്ന് വെച്ചാൽ ഹൈക്കു വാസ് യൂസ് ടു ഡിസ്ക്രൈബ് നേച്ചർ, നാച്ചുറൽ ഫിനോമിന അല്ലെങ്കിൽ നേച്ചറിൻ്റെ ആ ഒരു റിയലൈസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടായിരുന്നു ഹൈക്കു യൂസ് ചെയ്തിരുന്നത് 19th century വരെ. ബട്ട്
after Basho, the subjects expanded. Range of subjects expanded beyond nature. Okay, but the haiku remained an art of expressing much and suggesting more in the fewest possible words. പക്ഷേ അതിൻ്റെ ഫോം അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് ഏറ്റവും കുറഞ്ഞ വേർഡ്സിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എന്തിനെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ രീതിയിൽ തന്നെയാണ് പിന്നെയും ഹൈക്കു പോയിട്ടുണ്ടായിരുന്നത്. Other outstanding haiku masters were Buzon in the 18th century, Isa in the late 18th century, and early 19th centuries Masaoka Shiki in the later 19th century, and Takahama Kiyoshi and Kawahigashi Hekigoto in the late 19th century and early 20th century. I hope these are all the pronunciations. Okay, ഞാൻ ഒരു പൊതുവേ ജാപ്പനീസ് വായിക്കാൻ വലിയ പാടില്ല, മനസ്സിലാക്കാൻ പാടാണ്. പക്ഷേ വായിക്കാൻ പൊതുവെ അവരുടെ സിലബസ് സ്ട്രക്ചർ അതേപോലെ തന്നെയാണ്. സോ I hope this is exactly the way these names are pronounced. Anyway, let's study a bit about Basho. Basho in full, Matsuo Basho, pseudonym of Matsuo Munefusa. Okay. He was a supreme Japanese haiku poet who greatly enriched the 17-syllable haiku form and made it an accepted medium of artistic expression. Okay, അപ്പോൾ ഈ പറയുന്ന പോലെ ആ 17-syllable ഹൈക്കുവിനെ എലിവേറ്റഡ് സ്റ്റൈൽ എത്തിക്കുകയും ആൻഡ് മെയ്ഡ് ഇറ്റ് അക്സെപ്റ്റഡ് ആസ് എ മീഡിയം ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. ഓക്കെ, അങ്ങനെ ആക്കി തീർത്ത ഒരു പുള്ളിയാണ് മത്സുओ ബാഷോ. ഓക്കെ, അതിൽ പുള്ളിയുടെ ശരിക്കുള്ള പേരാണ് മത്സുओ മുനഫൂസ എന്ന് പറയുന്നത്. അഗെയിൻ ഐ ഡോണ്ട് നോ ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ഇറ്റ്. എനിവേ മത്സുओ ബാഷോ എന്ന് പറഞ്ഞാൽ പുള്ളി പിന്നെ എന്താ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു എന്താ സ്യൂഡോനിമായിരുന്നേ. Now, interested in haiku from an early age, Basho at first put his literary interests aside and entered the service of a local feudal lord. ഒരു ലോക്കൽ ഫ്യൂഡൽ ലോഡിൻ്റെ സർവീസിലോട്ട് പുള്ളി എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്കൽ ഫ്യൂഡൽ ലോഡിൻ്റെ സർവീസിൽ എന്ന് പറയുമ്പോൾ പുള്ളി ഹി വാസ് ആക്ച്വലി എ സാമുറായി. നിങ്ങൾ സാമുറായി എന്നുള്ള വേർഡ് കേട്ട് കാണുമല്ലോ അല്ലേ, ഇഷ്ടംപോലെ മൂവീസും കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിൽ പുള്ളി ഒരു വാരിയർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പുള്ളി. And after his lord's death in 1666, however, Basho abandoned his samurai status to devote himself to poetry. പുള്ളിയുടെ ലോഡ്, ആ ഫ്യൂഡൽ ലോഡ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്തു? He devoted himself to writing poetry. Now, moving to the capital of Iro, ഇന്നത്തെ ടോക്കിയോ ആണ് ഈറോ എന്ന് പറയുന്നത്. He gradually acquired a reputation as a poet and critic. And soon, once ടോക്കിയോയിലോട്ട് മാറിക്കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് എന്താ ഇങ്ങനത്തെ ഒരു പോയറ്റ് ആൻഡ് ക്രിട്ടിക് എന്നുള്ള ഒരു റെപ്യൂട്ടേഷൻ കിട്ടി തുടങ്ങി. ഇൻ 1679 ഹി റോട്ട് ഹിസ് ഫസ്റ്റ് വേഴ്സ് ഇൻ ദ ന്യൂ സ്റ്റൈൽ ഫോർ വിച്ച് ഹി കെയിം ടു ബി നോൺ. ആ പുള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന ഹൈക്കു എന്ന് പറയുന്നത് ശരിക്കും ഇന്ന് പുള്ളിയാണ് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്, അങ്ങനെ ഒരു പൊയറ്റിക് ഫോമായിട്ട് വെച്ചപ്പോൾ. അത് 1679 പുള്ളി ആദ്യമായിട്ട് എഴുതുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ, ഇതല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള പോവാം, ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. ഓൺ എ വിതേർഡ് ബ്രാഞ്ച് എ ക്രോ has alighted, nightfall in autumn. Okay, ഇത്രയേ ഉള്ളൂ. See, this is haiku. Okay, 17 syllable ആണ്, 575 form ആണ്. ഓക്കെ, അപ്പോൾ എന്താ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്? On a withered branch a crow was alighted, nightfall in autumn. തീർന്നു പോവാം. The simple descriptive mood evoked by this statement and the comparison and contrast of two independent phenomena became the hallmark of Basho's style. ഇത് ഈ പറയുന്നവർ നോക്കിയാൽ മതി, ആദ്യത്തെ ഒരു പിക്ചറാണ് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ബട്ട് ആ പിക്ചറിനുള്ളിൽ തന്നെ രണ്ട് ഡിവിഷനായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ കോൺട്രാസ്റ്റ് ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് ഫിനോമിന. ഒന്നിവിടെ നോക്കിയാൽ മതി, ഒന്ന് ദർ ഇസ് ദിസ് ക്രോ, ഓക്കെ, ഇൻ എ വിതേർഡ് ബ്രാഞ്ച് ആൻഡ് ദർ ഇസ് നൈറ്റ് ഫോൾ. ഓക്കെ, രണ്ട് ഒരേ ടൈമിൽ ഒരേ പിക്ചർ പോലെയാണ് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ബട്ട് ദ സെയിം ടൈം ഇറ്റ് ഇസ് ടു ഇൻഡിപെൻഡൻറ്റ് ഫിനോമിന. ആൻഡ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മൂഡുമാണ്, സിമ്പിൾ ഡിസ്ക്രിപ്റ്റീവ് മൂഡാണ് അത് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾക്കുള്ള ഇവോക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ലുക്കിംഗ് അറ്റ് എ picture, right? Now, he attempted to go beyond the stale dependence on form and ephemeral allusions to current gossip that had been characteristic of haiku, which in his day had amounted to little but a popular literary pastime. ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ, രംഗാവേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം അതുപോലെ ജസ്റ്റ് ഒരു പാസ്റ്റൈം മാത്രമായിരുന്നു. അതിൽ നിന്ന് അതിനെ ഒരു എന്താ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോമായിട്ട് മാറ്റാനായിട്ട് സഹായിച്ചത് ബാഷോ ആയിരുന്നു.
Now, instead, he insisted that haiku must be at once unhackneyed and eternal. It can stay eternal എന്ന രീതിയിൽ മാറ്റിയതും ഇത് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്ത ആളുമായിരുന്നു ബാഷോ. Following the Zen philosophy he studied, Basho attempted to compress the meaning of the world into the simple pattern of his poetry, disclosing hidden hopes in small things and showing the interdependence of all objects. Okay, എല്ലാ ഒബ്ജക്ട്സും തമ്മിലൊരു ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ടെന്നും എസ്പെഷ്യലി ഇൻ ദ വേൾഡ് ഓഫ് നേച്ചർ. ഓക്കെ, ആൻഡ് ഡിസ്ക്ലോസിങ് ഈ പറയുന്ന പോലെ എന്താ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചായിരിക്കും വളരെ ട്രിവിയലായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പറയാം. അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന ഈ കുഞ്ഞു കാര്യങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് വലിയ മീനിങ്സ് ഉണ്ടെന്നും ആൻഡ് ഹൗ ദീസ് ഒബ്ജക്ട്സ് ഓഫ് നേച്ചർ ആർ ക്ലൂസ്ലി ഡിപ്പെൻഡഡ് എന്നുള്ള കാര്യവും നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നതാണ് ബാഷോ ചെയ്യുന്നത്. നമുക്ക് ഇത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. In 1684, Basho made the first of many journeys that figure so importantly in his work. His accounts of his travels are prized not only for the haiku that record various sights along the way, but also for the equally beautiful prose passages that furnish the backgrounds. പുള്ളിയുടെ ട്രാവൽ പോയിട്ടുണ്ടായിരുന്നു 1684. അതിൻ്റെ അക്കൗണ്ട്സ് ആണ് ഒക്കുനോ ഹൊസമുച്ചി എന്ന് പറയുന്ന നാരോ റോഡ് ഓഫ് ദ ഡീപ്പ് നോർത്ത് എന്ന് പറയുന്ന വർക്കിലുള്ളത്. അത് പുള്ളി എസ്റ്റാബ്ലിഷ് ആസ് എ പോയറ്റ് ആൻഡ് പോയറ്റ് എന്നുള്ള രീതിയിൽ പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ ഒരു വർക്കായിരുന്നു. ഡിസ്ക്രൈബിംഗ് ഹിസ് വിസിറ്റ് ടു നോർത്തേൺ ജപ്പാൻ is one of the loveliest works of Japanese literature. He insisted that poets must go beyond verbal dexterity and link their verses by perfume, echo, harmony, and other delicately conceived criteria. One term frequently used to describe Basho's poetry is sabi, which means the love of the old, faded and modest, a quality found in the verse. Okay, പുള്ളിയുടെ പോയട്രിയിൽ അഗെയിൻ ഒരു ജാപ്പനീസ് വേർഡ് നമ്മളിവിടെ യൂസ് ചെയ്യാണ്, സബി എന്ന് പറഞ്ഞിട്ട് ഒരു ജാപ്പനീസ് വേർഡ് നമ്മളിവിടെ യൂസ് ചെയ്യാണ്. ആൻഡ് ദിസ് സബി മീൻസ് ഓക്കെ ലവ് ഓഫ് ദ ഓൾഡ്, antique, love of the antique, love of the old, then the faded, what is remaining, what is on a ruined condition, and the modest, okay, whatever is the ഈ പറയുന്ന പോലെ എന്താ ഭയങ്കര ഗോഡി ആയിട്ടുള്ള ഒന്നുമല്ല. ഓക്കെ, പഴയത് മോഡസ്റ്റ് ആയിട്ടുള്ളതും അറ്റ് ദ സെയിം ടൈം ഫെയ്ഡഡ് ആയിട്ടുള്ളതും അങ്ങനെയുള്ളതിനോടുള്ളൊരു ഇഷ്ടമുണ്ട്. അതിനെയാണ് സാബി എന്ന് പറയുന്നത്. അപ്പം അത് ആ ക്വാളിറ്റി ഓഫ് that quality is found in his verse. അത് നമ്മൾ പഠിക്കുന്ന പോലത്തിൽ ഉണ്ടാവും. അത് നെക്സ്റ്റ് അനദർ എക്സാമ്പിളാണ് scent of chrysanthemums and Nara, all the ancient Buddha. See, ഇവിടുത്തെ നോക്കിയാൽ chrysanthemums is the smell of chrysanthemums is blend with the visual image of that monuments. Okay, ആ ബുദ്ധ മോണുമെൻറ്റ്സിൻ്റെ ആ ഒരു എന്താ പിക്ചറുമായിട്ട് നമുക്ക് എന്തുമായിട്ട് ബ്ലെൻഡ് ചെയ്യപ്പെടുകയാണ്, ആ നേച്ചറിൻ്റെ പെർഫ്യൂം അത് ബ്ലെൻഡ് ചെയ്യപ്പെടുക. അത് പറഞ്ഞാൽ ഈ പറയുന്ന പഴയതിനോടുള്ള ഒരു സ്നേഹം, അതാണ് സബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആലോചിക്കുക, നമ്മളൊരു ഹൈക്കു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. അക്കോർഡിംഗ് ടു ജാപ്പനീസ് ട്രഡീഷൻസ് 17 syllable ആയിരിക്കണം, 5-7-5 സ്ട്രക്ചർ ആയിരിക്കണം, കിഗു ഉണ്ടായിരിക്കണം അല്ലേ. പൊതുവേ 19th century പോയട്രി വരെയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള റൈറ്റിങ്സ് ആണ്, അല്ലെങ്കിൽ നേച്ചറിനെ കുറിച്ചുള്ള റൈറ്റിങ്സ് ആണ്. സോ നേച്ചറിനെ കുറിച്ചുള്ള റൈറ്റിങ്സ് ആണെങ്കിൽ ഏത് സീസൺ ആണ് അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് കിഗു എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ കിഗു ഉണ്ടായിരിക്കണം. ആൻഡ് ദെൻ സബി. ഓക്കെ, ബാച്ചോയുടെ പോയട്രി ആയതുകൊണ്ട് തന്നെ സാബി ഉണ്ടോയെന്നും നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഒരു ഹൈക്കൂൽ, പ്രത്യേകിച്ച് ബാഷോയുടെ ഹൈക്കൂൽ നോക്കേണ്ടത്. നൗ Basho maintained an austere, simple hermitage that contrasted with the general flamboyance of his times. പുള്ളി ഒരു ഹെർമിറ്റേജിലൊക്കെയാണ് താമസിച്ചിരുന്നത്. ഓൺ ഒക്കേഷൻ ഹി വിത്ഡ്രൂ ഫ്രം സൊസൈറ്റി ഓൾ ടുഗെദർ, റിട്രീവിംഗ് ടു ഫുക്കഗവ സൈറ്റ് ഓഫ് ഹിസ് ബാഷോ ആൻഡ് കോട്ടേജ് ഓഫ് പ്ലാന്റെയിൻ ട്രീ. ഓക്കെ, അങ്ങനെയാണ് പുള്ളിക്ക് പേര് കിട്ടുന്നത്, പ്ലാന്റെയിൻ ട്രീയുടെ എന്താ ഒരു ഫീൽഡ്. ഓക്കെ, അതിൽ നിന്നാണ് പുള്ളിയുടെ അങ്ങനത്തെ ഒരു കോട്ടേജിലാണ് പുള്ളി ജീവിച്ചിരുന്നത്. സോറി, ഫീൽഡല്ല, കോട്ടേജിലാണ് പുള്ളി പ്ലാന്റെയിൻ ട്രീയുടെ ഇതൊക്കെ വെച്ച് മറിച്ചൊരു കോട്ടേജിൽ. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് പുള്ളി ആ പേര് ബാഷോവാൻ എന്ന് പറയുന്ന ആ ഒരു പേര്, അതിൽ നിന്ന് ബാഷോ, എ സിമ്പിൾ ഹാർട്ട് ഫ്രം വിച്ച് ദ പോയറ്റ് ഡിറൈവ്ഡ് ഹിസ് പെൻ നെയിം. ലേറ്റർ മെൻ ഓണറിങ് ബോത്ത് ദ മാൻ ആൻഡ് ഹിസ് പോയട്രി റിവേർഡ് ഹിം ആസ് എ സെയിൻറ്റ് ഓഫ് ദ ഹൈക്കു. ഓക്കെ, പിന്നെ പിന്നീട് ആ ഹൈക്കു എന്ന് പറഞ്ഞ പോയട്രിയും അതുപോലെ തന്നെ പുള്ളിയെയും ആരാധിക്കുന്നവർ എങ്ങനെ പുള്ളിയെ വിളിച്ചത്, സെയിൻറ്റ് ഓഫ് ദ ഹൈക്കു എന്ന് പറഞ്ഞ പേരിലാണ് വിളിച്ചത്. നൗ നമുക്ക് പോത്തിലോട്ട് കിടക്കാം. സി
ആദ്യം നമുക്ക് ജാപ്പനീസ് ഇത് നോക്കാം, എന്നിട്ട് ജാപ്പനീസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ അതിൽ നിന്ന് പോകുന്നതാണെന്നല്ല. കാരണം ഇത് ട്രാൻസ്ലേഷനിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് ഒന്നും നമുക്ക് ഒന്നും മനസ്സിലാവുന്നു. ബട്ട് ഈവൻ പക്ഷെ ഭാഗ്യത്തിന് കുഞ്ഞൊരു സിമ്പിൾ പോയമായത് കാരണം വലിയ പാടും കാണത്തില്ല. അപ്പോൾ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്യുരുക്കിയ കവാസു ടൊബിക്കുമോ മിസുനോതോ. കേട്ട് പേടിക്കൊന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. എൻ്റെ സിലബിക് അറ്റ് ദ സെയിം ടൈം ഓരോ വേർഡിൻ്റെ മീനിങ് ഇവിടെ പറയുന്നുണ്ട്. ഫുരു എന്ന് പറഞ്ഞാൽ ഓൾഡ്, ഓക്കെ. ഇക്കെ എന്ന് പറഞ്ഞാൽ പൂണ്ട്, കവാസു ഫ്രോഗ്, ടൊബിക്കുമോ ജമ്പിങ് ഇൻ ടു, മീസു വാട്ടർ, ഓട്ടോ സൗണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഇത്രയും വേർഡ്സ്, മേജർ വേർഡ്സ് ആർ ട്രാൻസ്ലേറ്റഡ് ഹിയർ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്നല്ലേ. എന്താ ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ദാറ്റ് ദർ ഈസ് ആൻ ഓൾ പോണ്ട്, ഓക്കെ, ഓർ ഇൻ ദ പിക്ചർ ദർ ഈസ് ആൻ പിക്ചർ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പിക്ചർ കാണുമെന്നല്ല, അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ആ ഒരു ഇതിൽ നമുക്കൊരു പിക്ചർ പോലെ കാണാം. ഒക്കെ ഒരു സീനറി ആണെന്ന് വിചാരിക്കാം. ആ സീനറിയിൽ ദർ ഈസ് ആൻ ഓൾഡ് പോണ്ട്, ഓക്കെ. ആൻഡ് ദർ ഈസ് എ ഫ്രോഗ് ടു. ആ ഓൾഡ് പോണ്ടിൽ ആരുണ്ട്? ഒരു ഫ്രോഗ് ഉണ്ട്, ഓക്കെ. ആൻഡ് ദാറ്റ് ഫ്രോഗ്, ആ ഫ്രോഗിനെ എന്ന് പറഞ്ഞാൽ ഫ്രോഗിൻ്റെ ആക്ഷനെയാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ഫ്രോഗ് ഡൂയിങ്? ദ ഫ്രോഗ് ഈസ് ജമ്പിങ് ഇൻ ടു വേർ ദ വാട്ടർ, ഓക്കെ. ആൻഡ് വാട്ട്? ദർ ഇസ് എ സൗണ്ട് ആൻഡ് ഇറ്റ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ ആൻഡ് ദർ ഇസ് ദാറ്റ് സൗണ്ട്, ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത്. ബേസിക് ട്രാൻസ്ലേഷൻ ഇസ് ദിസ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ആ എന്താ സിലബിക് ഡിവിഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഫ്യൂരു എന്ന് പറയുമ്പോൾ ഓൾഡ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? 2 സിലബിൾ, ഓക്കെ. 2. ഈ കെ പോണ്ട് 2, ഓക്കെ. യാ സെപ്പറേറ്റ് ആണ്. കവാസു എന്ന് പറയുന്നത് 3 സിലബിൾ ഉണ്ട്. ടൊബിക്കോമോ 4 സിലബിൾ ഉണ്ട്. ആൻഡ് മീസു എന്ന് പറയുന്നത് 2 സിലബിൾ, നോ ബിക്കംസ് 1. ഓട്ടോ എന്ന് പറയുന്നത് 2 സിലബിൾ. അപ്പോൾ മൊത്തോടെ നോക്കുക, ആദ്യത്തെ എല്ലാം കൂടി ഫസ്റ്റ് ലൈനിൽ ഫുരുയിക്കെയ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ 5 സിലബിൾ, കവാസു ടൊബിക്കുമോ എന്ന് പറയുമ്പോഴത്തേക്ക് 7 സിലബിൾ, ആൻഡ് മിസുനോ ഓട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും 5 സിലബിൾ. സോ ഈ 5, 7, 5 ആ ഒരു സ്ട്രക്ചർ വന്നിട്ട് മൊത്തത്തോടെ 17 സിലബിൾസ്, ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ളത്. ഇനി ഇഷ്ടംപോലെ ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്. എല്ലാം കുഞ്ഞായത് കാരണം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈ നമ്മളിപ്പോൾ പറഞ്ഞ ബേസിക് ട്രാൻസ്ലേഷൻ ഈക്വൽ ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക, ഓക്കെ. ഫോർ എക്സാമ്പിൾ ട്രാൻസ്ലേഷൻ ബൈ സിറ്റ് കോമൻ ആണെന്നുണ്ടെങ്കിൽ ആൻറ്റീക് പോണ്ട്, ഓൾഡ് എന്നുള്ളത് പറയുന്നത് എന്തായിട്ട് മാറി? ആൻറ്റീക് പോണ്ട്. ദെൻ രണ്ടാമത്തെ ഫ്രാൻറ്റിക് ഫ്രോഗ് ജംപ്സ് ഇൻ ജൈജാൻറ്റിക് സൗണ്ട്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളൊക്കെയാണ്. 2 ആൻറ്റീക്ക് പിന്നെയും പോട്ടെ, കാരണം ഓൾഡിനെ ഈക്വേറ്റ് ചെയ്ത് നമുക്ക് ആ വേർഡ് ഇടാം. ഫ്രാൻറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രാൻറ്റിക് ആണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചും തന്നെ ഇവിടെ എന്തായാലും ഒരിടത്തും പറഞ്ഞിട്ടില്ല, റൈറ്റ്. ബേസിക് ജാപ്പനീസിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇറ്റ് വാസ് എ ഫ്രാൻറ്റിക് ഫ്രോഗ്. അപ്പോൾ ജൈജാൻറ്റിക് സൗണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടില്ല. നൗ ട്രാൻസ്ലേഷൻ ബൈ റോബോട്ട് ഹാസ്. ഇത് സംഭവം നമുക്ക് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് റീടെല്ലിങ്, അല്ലെങ്കിൽ പറയുന്ന പോലെ എന്താ, അതൊരു ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അങ്ങനെ പറയുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും, ഓക്കെ. അതാണ് ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു നിയമവുമില്ല ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ ഫിഡലായിരിക്കണം എന്ന് പറയുന്ന ഒരു നിയമവും ഒരിടത്തുമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വ്യത്യാസം നമുക്ക് ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കാം. Now, Robert Hasen's the old pond, a frog jumps in the sound of water. The sound of water. See, ഇതാണ് നമ്മുടെ ബേസിക് ട്രാൻസ്ലേഷൻ. റോബർട്ട് ഹാസിൻ്റെ ആണ് ശരിക്കും നല്ല ഇതെന്ന് പറയുന്നത്. നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഏതാണോ അത് അതേപോലെ തന്നെ വരുന്നത് ഇതിലാണ്. സിംപ്ലി ആ പിക്ചർ നമുക്ക് മുന്നിൽ തരുവാണ്. ദ ഓൾഡ് പോണ്ട്, ഫ്രോഗ് ജംപ്സ് ഇൻ സൗണ്ട് ഓഫ് വാട്ടർ. തീർന്നു. Now, translation by William J. Higginson, Old Pond, a frog jumps in, water sound. Again, another basic translation. Now, see, ഇവിടെ ഇത് ആലോചിച്ചാൽ മതി. ഈ രണ്ടിടത്തും ഒരു 3
കുത്ത് വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? എലിപ്സിസ് എന്ന് പറയും. ഇപ്പോൾ ഈ എലിപ്സിസ് കൊടുത്തിരിക്കുന്ന സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞു എന്നൊക്കെ കാണിക്കാനായിട്ട് നമ്മൾ എലിപ്സിസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ അതേപോലെ ഓൾ പോണ്ട്, ആ ഓൾ പോണ്ട് അവിടെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ യാതൊരു ഇതുമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ആൻഡ് തന്നെ ഫ്രോഗ് ജംപ്സ് ഇൻ, കണ്ടോ? അപ്പോൾ ടൈം കഴിഞ്ഞു, കുറച്ച് ടൈം കഴിഞ്ഞു. ആൻഡ് തന്നെ ഫ്രോഗ് ജംപ്സ്. ആദ്യം ആ ഓൾ പോണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ഭയങ്കര സൈലൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അതിന് അവിടെ സാധിക്കുന്നുണ്ട്. ആ എലിപ്സിന് 3 ഡോട്ട്സിന് അതിന് സാധിക്കുന്നുണ്ട് ടു റിമൈൻഡ് us about the silence there. And then the water sound. അതേപോലെ ഹാരി ബെയിനിൻ്റെ an old silent pond. എഗെയിൻ അവിടെ എലിപ്സിസും ഉണ്ട്, മീൻസ് ആ ഒരു സൈലൻസിനെ കാണിക്കാനായിട്ട്. ഓക്കെ, ഇവിടെ സൈലൻ്റ് എന്ന് പക്ഷേ എടുത്ത് പറയുന്നുമുണ്ട്. എഗെയിൻ മറ്റേത് നമ്മുടെ ബേസിക് ട്രാൻസ്ലേഷനിൽ സൈലൻസ് എന്ന് പറയുന്നത് ഇല്ല, വേറെ പക്ഷേ ഇവിടെ ഇത് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. തിങ് ഈസ് ദാറ്റ് ഇതിലെ ബേസിക് ട്രാൻസ്ലേഷൻ്റെയും ഈ 2 ബേസിക് ട്രാൻസ്ലേഷനിലും സൈലൻസ് ഇല്ല. സൈലൻസ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദാറ്റ് ഓൾറെഡി. ആ സൈലൻസ് എന്നുള്ളത് ഓൾറെഡി തന്നെ അതിനുള്ളിൽ ഇൻഡ്യൂസ്ഡ് ആണ്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ അത് ആൾക്കാർക്ക് മനസ്സിലായിരിക്കണം. ഇവിടെ ഹാരി ബെയിനിൻ്റെ പോലെ സൈലൻ്റ് എന്നുള്ളത് കൊടുത്തിരിക്കുവാണ്, ലൈക്ക് സൈലൻ്റ് എന്നുള്ള എടുത്ത വേർഡ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. എ ഫ്രോഗ് ജംപ്സ് ഇൻ ടു ദ പോണ്ട്, സ്പ്ലാഷ്, സൈലൻസ് അഗെയിൻ. ഓക്കെ, കണ്ടില്ലേ? ആ സൈലൻസ് എന്നുള്ള പിന്നെ എടുത്ത് പറയണം. ആദ്യം സൈലൻ്റ് ആയിരുന്നു, ആൻഡ് ദെൻ ദ ഫ്രോഗ് ജംപ്ഡ് ഇൻ, ആൻഡ് ദെൻ splash, that there is that sound. Okay, ആ സൗണ്ട് ഉണ്ടായി, ആൻഡ് ദെൻ അഗെയിൻ സൈലൻസ് അഗെയിൻ. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇത് അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷനായിട്ടും ഇതെൻ്റെ ഫിഗറേറ്റീവ് ട്രാൻസ്ലേഷനായിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ട്രാൻസ്ലേഷൻ ബൈ ജോൺ ബ്രയാൻ. There is the old pond, low into it jumps a frog, hark water's music. ഇവിടെ എന്താ സ്പ്ലാഷ് എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ തൊട്ട് മുന്നേ സ്പ്ലാഷ് എന്ന് പറഞ്ഞത് ഇവിടെ എന്തായിട്ട് മാറി? വാട്ടേഴ്സ് മ്യൂസിക് ആയിട്ട് മാറി. ആൻഡ് ഇറ്റ് ഡസൻ ടോക്ക് അബൌട്ട് സൈലൻസ് അറ്റ് ഓൾ. ഓക്കെ, സൈലൻസ് എന്ന് പറയുന്നതാണ് ആ ഒരു പോത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. അപ്പോൾ ഇവിടെ സൈലൻസ് എന്ന് പറയുന്നില്ല, പകരം ആ സ്പ്ലാഷ് എന്ന് പറയുന്നതിനെ എന്താക്കി മാറ്റുകയാണ്? ഇവിടെ വാട്ടേഴ്സ് മ്യൂസിക് ആയിട്ട് മാറ്റുകയാണ്. ട്രാൻസ്ലേഷൻ ബൈ ഡയോഡോണൽ. Old pond, frog leaping, a mirror of ancient calm, a frog leaps in, splash. Okay, ഇവിടെയും ഈ പറയുന്ന ഫ്രോഗ് ലീപ്പ് ചെയ്തു. ഓക്കെ, ആ ഒരു ആക്ഷനെയാണ് കൂടുതൽ കാണിക്കുന്നത്. മിറർ ഓഫ് ഏൻഷ്യൻറ്റ് കാം. ഇവിടെ ഓൾ പോണ്ടാണോ ഫ്രോഗ് ലീപ്പിംഗ് ആണോ മിറർ ഓഫ് ഏൻഷ്യൻറ്റ് കാം എന്ന് നമുക്ക് മനസ്സിലാകുന്നത്, പക്ഷേ ഓഫ് കോഴ്സ് ഓൾ പോണ്ടാണ് പറയുന്നത്. ആൻഡ് ദെൻ എ ഫ്രോഗ് ലീപ്സ് ഇൻ സ്പ്ലാഷ്. ഓക്കെ, അത്ര നല്ല ഇതായിട്ട് തോന്നില്ല, മേ ബി ഞാൻ ഇത് ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കാം. ഓക്കെ, നൗ ട്രാൻസ്ലേഷൻ ബൈ ജോർജ് യങ് ജൂനിയർ. ഇത് ഒരു ആഫ്രോ അമേരിക്കൻ പറയുന്ന രീതിയിൽ നിങ്ങൾ വായിക്കുക. there was this a frog gonna jump off the log, now he in a bog. അപ്പോൾ എഗെയിൻ കുറച്ച് വ്യത്യാസമുണ്ട്, ലൈക്ക് ആ പറയുന്നതിൽ മാത്രമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ he gonna jump off the log എന്ന് പറയും. ലോഗിൻ്റെ പുറത്തുനിന്ന് എടുത്ത് ചാടുന്നതാണ്. ലോഗ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബേസിക് ട്രാൻസ്ലേഷൻ. ഓക്കെ, നൗ ഹി ഇൻ എ ബോഗ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു സ്വാമ്പിനെയാണ് പറയുന്നത്. സ്വാമ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചതുപോലത്തെ പ്ലേസ്. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബോഗ് എന്ന് പറയുക. അപ്പോൾ ഹിയർ ദ ബോഗ് ഈസ് യൂസ്ഡ്. ഓക്കെ, അപ്പോൾ എഗെയിൻ സ്ലൈറ്റ്ലി വേരിയഡ് ട്രാൻസ്ലേഷനാണത്. നൗ ട്രാൻസ്ലേഷൻ ബൈ ലൂഷ്യൻ സ്ട്രൈക്ക്. ഓൾ പോണ്ട്, ലീപ്, സ്പ്ലാഷ്, എ ഫ്രോഗ്. തീർന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓൾ പോണ്ടാണ്, ദെൻ ലീപ്, സ്പ്ലാഷ്, എ ഫ്രോഗ്. ആരാ ലീപ് സ്പ്ലാഷ്? എന്തോ ഒരു ശബ്ദം കേട്ടു, അതെന്തായിരുന്നു? ഒരു ഫ്രോഗ്. Now translation by Alan Watts. The old pond, a frog jumps in, plop. ആ ഒരു സ്പ്ലാഷ് എന്ന് പറയുന്നതിന് പകരം പ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കല്ലെടുത്തിടുമ്പോൾ ഒരു ശബ്ദമാണല്ലോ, പ്ലോപ്പ്. അത് ആ ശബ്ദമാണ്. ആ ശബ്ദം ഇവിടെ അതേപോലെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. Now translation by J.S. Fraser. The old pond, yes, and a frog is jumping into the water and splash. Okay. Now it's a very simple poem. Matsuo Basho composed it as at a haiku gathering in 1686 when he was 43 years old. പുള്ളി ഇത് ഈ പറയുന്ന പോലെ ചുമ്മാ ഇരുന്ന് ആലോചിച്ച് അങ്ങനെ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇത് മെഡിറ്റേറ്റ് ചെയ്ത് എഴുതിയ പോമാണെന്ന് നമുക്ക് തോന്നും.
പക്ഷേ അങ്ങനെയല്ല. he composed it at a haiku gathering. നേരത്തെ പറഞ്ഞ മറ്റേ റെങ്ക വേഴ്സ് അവർ കമ്പീറ്റ് ചെയ്യത്തില്ലേ, അതുപോലെ അവർ അങ്ങനെ ഉള്ള ഒരു കോമ്പറ്റീഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അതിൽ പുള്ളി കമ്പോസ് ചെയ്തതാണ് ആക്ച്വലി ഈ പോം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഈവൻ ജാപ്പനീസ്, തിങ്ക് ദ പോം ഷോസ് ദാറ്റ് Matsuo Basho ആക്ച്വലി എക്സ്പീരിയൻസ്ഡ് ആൻഡ് മൂവ് ടു ദ സീൻ. പുള്ളി ശരിക്കും ആ സീൻ അവിടെ ഉണ്ടായിരുന്നു എന്നും അത് കണ്ടു എന്നും ഒക്കെയാണ്. അത് ഈ പറയുന്ന പോലെ ഒരു ഓൾ ബോണ്ടും അതിനെ നമ്മുടെ ഒരു ഫ്രോഗ് ചാടുന്നതും അതെല്ലാം തന്നെ കണ്ടു എന്നുള്ള രീതിയിലാണ് പൊതുവെ ഇവൻ ജാപ്പനീസ് പോലും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഹൗവർ ഹി ഡിഡ്ന്റ് സീ ദ സീൻ ഈവൻ ദ ഫ്രോഗ്. ആ ഫ്രോഗിനെ പോലും പുള്ളി കണ്ടില്ല എന്നുള്ളതാണ്. ദ ഹൈക്കു ഗാദറിംഗ് വാസ് ഹെൽഡ് അറ്റ് ഹിസ് ഹെർമിറ്റേജ് ബാഷോവാൻ വിത്ത് എ പോണ്ട്. ബാഷോവാൻ എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് ആക്ച്വലി ഈ ഒരു ഹൈക്കു ഗാദറിംഗ് നടന്നത്. അവിടെ ഒരു പോണ്ട് ഉണ്ട്. ഹൈക്കു പോട്ട്സ് ഡിസൈഡ് എ തീം അറ്റ് എ ഹൈക്കു ഗാദറിംഗ്. അപ്പം പൊതുവെ എല്ലാ ഈ ഹൈക്കു ഗാദറിങ്ങിൽ ഒരു തീം ഉണ്ടായിരിക്കും. ആൻഡ് ഇൻ ദിസ് വൺ ഇറ്റ് വാസ് ഫ്രോഗ്. ഓക്കെ, ഫ്രോഗ് എന്നാളായിരുന്നു അന്നത്തെ തീം എന്ന് പറയുന്നത്. സോ ബാഷോ ഹാഡ് ടു പുട്ട് ദ വേർഡ് ഇൻ ടു എ പോം. അപ്പം നാച്ചുറലി നമ്മൾ പോം ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ ഈ ഫ്രോഗ് എന്ന് പറയുന്ന വേർഡ് ഇടണം. ഫ്രോഗ് ഇസ് എ സ്പ്രിങ് സീസൺ വേർഡ്. ഓക്കെ, ഫ്രോഗ് എന്ന് പറഞ്ഞത് സ്പ്രിങ് സീസൺ വേർഡാണ്. നേരത്തെ പറഞ്ഞില്ലേ കിഗു. ഓക്കെ, കിഗു എന്ന് പറഞ്ഞാൽ വേർഡ് ഷോയിങ് ദ സീസണിനെയാണ് നമ്മൾ കിഗു എന്ന് പറയുക. അപ്പോൾ ഫ്രോഗാണ് അതിലത്തെ സ്പ്രിങ് സീസൺ വേർഡ്. Since there was a pond at the hermitage, he possibly heard the sound of the water. Okay, probably he might have been thinking like ഫ്രോഗിനെ എങ്ങനെ ഉൾപ്പെടുത്താം എന്നൊക്കെ പുള്ളി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആയിരിക്കാം പുള്ളി വെള്ളത്തിലോട്ട് എന്തെങ്കിലും വീഴുന്ന ശബ്ദം കേട്ടത്. ആൻഡ് അവിടുന്ന് പുള്ളി അതിനെ എന്തിലോട്ട് മാറ്റി? ഓഫ് കോഴ്സ് ഫ്രോഗ് ജമ്പിങ് ഇൻ ടു എന്നുള്ള രീതിയിലും മാറ്റി കാണും. ബട്ട് സ്പീക്കിംഗ് അബൌട്ട് എ പൗണ്ട്, he didn't see it when he composed the poem. According to a record of his disciple Shiku, Basho came up with words of a frog leaps in and the sound of the water before an old pond. അത് an old pond എന്ന് പറയുന്നതിന് മുന്നേ തന്നെ പുള്ളിയുടെ ഒരു ഡിസൈപ്പിൾ പറഞ്ഞതാണ്, ഷിക്കോ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞതാണ് ദാറ്റ് ഫ്രോഗ് ലീപ്സ് ആൻഡ് ദ സൗണ്ട് ഓഫ് വാട്ടർ ആണ് പുള്ളി ആദ്യം എഴുതിയത്. അതിന് ശേഷമാണ് an old pond എന്ന് പറയുന്നത് പുള്ളി ചേർത്തതെന്നാണ് ആ ഡിസൈപ്പിൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് എന്താണ്, ഓൾ പോണ്ടിനെ പിന്നെയാണ് ആഡ് ചെയ്തത്. ഇൻസ്റ്റെഡ് ആക്ഷൻ ഓഫ് ദ ഫ്രോഗ് ആണ് ആദ്യം പുള്ളി എഴുതി ചേർത്തത്. അതായത് പുള്ളി കണ്ടില്ല എന്നർത്ഥം. ആഫ്റ്റർ പോളിഷിങ് ഹി ഡിസൈഡ് ടു യൂസ് ആൻ ഓൾ പോണ്ട്. പിന്നെ ഒന്ന് പോളിഷ് ചെയ്തപ്പോഴത്തേക്കാണ് ഓഫ് കോഴ്സ് ആൻ ഓൾ പോണ്ട് എന്ന് പറയുന്നത് ചേർത്തത്. ദ പോണ്ട് ഓഫ് ദ പോം ഈസ് ഇൻ റിയാലിറ്റി ഈവൻ ദർ വാസ് നിയർ ബൈ ഫ്രം ഹിയർ. പുള്ളിയുടെ അടുത്ത ഒരു പോണ്ട് ഉണ്ടെങ്കിൽ തന്നെയും ആ പോണ്ട് എന്ന് പറയുന്നതല്ല ശരിക്കുള്ള റിയാലിറ്റി. ഹി മെയ്ഡ് ദ വേൾഡ് ഓഫ് സൈലൻസ് വിച്ച് വാസ് ബ്രോക്കൻ ബൈ എ സ്മോൾ ക്രീച്ചർ ഇൻ ഹിസ് മൈൻഡ്. അതായത് ആ ഒരു വേൾഡ് ഓഫ് സൈലൻസിനെ ബ്രോക്ക് ചെയ്യുന്ന ഒരു സ്മോൾ ക്രീച്ചർ, അതിനെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ പോം അല്ലേ. അത് പുള്ളി ഇങ്ങനെ പുള്ളി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സഡൻലി ദി സൗണ്ട് ആൻഡ് ദി സൗണ്ട് ഈസ് മെയ്ഡ് ബൈ എ ഫ്രോഗ്. അപ്പോൾ ആ സൈലൻസിനെ ഭേദിക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ളതാണ് അവിടെ പറയുന്നത്. Now the furthermore, Basho made a noble attempt to compose about a frog. Previously all of the അപ്പം ഒരു നോവൽ attempt to compose about a frog. ഒരു ഫ്രോഗിനെ കുറിച്ച് പുള്ളി എഴുതിയ പോമാണ്. ആലോചിക്കുക, ഒരു ഫ്രോഗിനെ കുറിച്ചൊക്കെ എത്ര പേര് എഴുതാറുണ്ട് അല്ലേ. ബട്ട് എനിവേ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾ ഓഫ് ദ ജാപ്പനീസ് പോയറ്റ്സ് യൂസ് ദ വേർഡ് എയിമിങ് അറ്റ് ദ എഫക്റ്റ് ഓഫ് ദ സൗണ്ട് ഓഫ് ദ ആംഫീബിയൻസ് ക്രോക്കിംഗ്. അതുവരെയും എല്ലാവരും എഴുതിയിരിക്കുന്നത് ആ ആംഫീബിയൻ, അതായത് ഈ ഫ്രോഗിൻ്റെ ക്രോക്കിംഗ് സൗണ്ട് ഉണ്ടല്ലോ. ഓക്കെ, ആ സൗണ്ടിനെ കുറിച്ചാണ് ഇതുവരെയുള്ള ആൾക്കാരിൽ എഴുതിയിരുന്നത്. Whereas it was the first time that the poem which focused on the sound of a splashing that a frog made. അതായത് ഒരു ഫ്രോഗ് വെള്ളത്തിലോട്ടെടുത്ത് ചാഴം ഉണ്ടാകുന്ന സൗണ്ടിനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഒരു പോം ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. The tranquil haiku poem is one of the most sappy poems by Matsuo Basho. ഏറ്റവും സാബി ആയിട്ടുള്ള ഒരു പോമാണ് Matsuo Bashoയുടെ ഈ ഓൾ പോണ്ട്. എന്തോന്ന് വെച്ചാൽ നേരത്തെ സാബി എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് ദ ഓൾഡ് ആൻഡ് മോഡേസ്റ്റ്. ദ സൈലൻസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദ പോം. സൈലൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്. Now line 1, the old pond. The haiku using Fumiko Saisho's translation. Fumiko Saishoയുടെ ട്രാൻസ്ലേഷൻ ആണ് ഞാൻ ആദ്യം കൊടുത്തിരുന്നത്. ലൈക്ക് ഫിറുയിക്കേയ കവേഴ്സോ ടോബിക്കോമോ മിസു നോട്ടോ എന്ന് പറഞ്ഞില്ല. ഈ സംഭവം നമ്മുടെ ഓരോ വേർഡായിട്ട് കൊടുത്തിരിക്കുന്ന ലിറ്ററൽ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നതാണ് സൈഷോയുടെ ട്രാൻസ്ലേഷനെ. Now
begins with the image of the old pond. And the first image in the old pond image. The pond is probably at a distance in tranquility and silence. കുറച്ച് ദൂരെയായിട്ട് അത് ട്രാങ്കുൽ ആയിട്ട് കിടക്കുവാണ്. ആൻഡ് ഇൻ സൈലൻസ് ടു എന്ന് വെച്ചാൽ ഒന്നും അലട്ടാത്ത രീതിയിൽ ആ പോണ്ട് ഇങ്ങനെ കിടക്കുക. അങ്ങനെ ആലോചിക്കുക. മോർ ഓവർ ഇറ്റ് ഇസ് ഓൾഡ്, പഴയ ഒരു പോണ്ടാണ്, ആൻറ്റീക്ക് ആണ്. ആൻഡ് ബീങ് എൻ ഏൻഷ്യന്റ് മോണുമെന്റ് ഇറ്റ് ഹാസ് സർവൈവ് ദ റാവേജസ് ഓഫ് ടൈം. ഓക്കെ, കാലാകാലങ്ങളായിട്ട് എൻ്റെ ആ റാവേജസ് എല്ലാം തന്നെയും അതെല്ലാം തന്നെ വീഡിയോ ചെയ്ത് അങ്ങനെ കിടക്കുക ആ ഒരു പോണ്ട്. ഓക്കെ, ബർഡൻ വിത്ത് ദ എക്സ്പീരിയൻസ് ഓഫ് ദ ലോങ് ഇയേഴ്സ് ദ പോണ്ട് എക്സിസ്റ്റ് ആസ് എ സേജ് എന്ന് വെച്ചാൽ ഒരു സേജിൻ്റേതായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും അതെല്ലാം നേടി എത്രയും ലോങ് ഇയേഴ്സിലും അതും ബർഡൻ വെച്ചിട്ടാണ് അതവിടെ ഇരിക്കുന്നത്. The poet somehow connects himself with this pond. പോയിട്ട് ആ പോണ്ടുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, തന്നെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. There is the likeness towards it. Now there is a closeness in their nature. രണ്ടുപേരുടെ നേച്ചറിൽ ആ ഒരു ക്ലോസ്നെസ് ഉണ്ട്. Both are silent and at peace. The poetഉം നമ്മുടെ ഈ പറയുന്ന പോണ്ടും, ഓക്കെ, രണ്ടും both are at silence and at peace. The old pond seems to be a symbol of the subconscious mind. ഇപ്പോൾ ഓൾ പോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഇറ്റ് ഈസ് ദെയർ ഇൻസൈഡ് എവ്രി വൺ. എല്ലാവരുടെ ഉള്ളിലും ഈ പറയുന്ന ഒരു സബ്കോൺഷ്യസ് മൈൻഡ്, റിപ്പിൾസ് ഒന്നും ഇല്ലാത്ത ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറയുന്നില്ലേ, അതുപോലെ ഉണ്ടാവും. ലൈക്ക് ദ ഓൾ പോണ്ട് ഇറ്റ് എക്സിസ്റ്റ് ഇൻ സൈലൻസ് ആൻഡ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ സൈലൻസ്. നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ, നമ്മളൊന്നും ചിന്തിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ അതിലെങ്ങനെയായിരിക്കും, വളരെ സൈലൻ്റ് ആയിട്ടിരിക്കും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അല്ലേ. അപ്പോൾ അതുപോലെ ഇരിക്കുന്നൊരു പോണ്ടാണെന്ന് വിചാരിക്കാം. മോർ ഓവർ ദ പോയറ്റ് റെഫേഴ്സ് ടു ദ സബ്കോൺഷ്യസ് മൈൻഡ് ഓഫ് ആൻ ഓൾഡ് പേഴ്സൺ. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ ഒരു ഓൾഡ് പേഴ്സൻ്റെ സബ്കോൺഷ്യസ് മൈൻഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓൾ പോണ്ട് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഓൾ പേഴ്സൺ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ നേടിയ ഒരു പേഴ്സൻ്റെ സബ്കോൺഷ്യസ് മൈൻഡ്. ഹിയർ ദ ഓൾ പോണ്ട് ഇസ് അൺഡൗട്ടഡ്ലി ദ പോയറ്റ് ഹിംസെൽഫ്. Now line 2, a frog jumps in. Suddenly a frog breaks the tranquility of the frog jumps in എന്ന് പറയുമ്പോൾ തന്നെ എന്ത് പറ്റുകയാണ്, that sound of water is heard അല്ലേ. വെള്ളത്തിലോട്ട് മുട്ടുമ്പോൾ തന്നെ ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ബ്രേക്സ് ദ ട്രാങ്ക്വിലിറ്റി ഓഫ് ദ പോണ്ട്. അതെന്ന് വെച്ചാൽ അനങ്ങാതെ കിടന്ന പോണ്ടിൻ്റെ ട്രാങ്ക്വിലിറ്റി അവിടെ ഇല്ലാണ്ടാവണു. ആൻഡ് ഇറ്റ് ഡസൻറ്റ് സ്റ്റാർട്ട് ടു ക്രോക്ക് ഇൻ ഇറ്റ്സ് യൂഷ്വൽ പാറ്റേൺ. അത് മുന്നേ അപ്പോൾ ആലോചിച്ചാൽ മതി. സി unlike the other poets, it doesn't start croaking അല്ലേ. അതിൻ്റെ അത് വിളിക്കുന്നതായിട്ടോ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഇപ്പോൾ എന്താ, ആ പോണിലോട്ട് എടുത്ത് ചാടുന്നതാണ് പറയുന്നത്. വേണമെങ്കിൽ എന്തുകൊണ്ട് പാഷോയ്ക്ക് അങ്ങനെ എഴുതി കൂടായിരുന്നു, ദാറ്റ് ക്രോക്കിംഗ് ആണ് ചെയ്യുന്നത്, അതും ഒരു ആക്ഷൻ ആണല്ലോ, അതും ഈ പറയുന്ന സൈലൻസിനെ ഭേദിക്കുന്നതാണല്ലോ. പക്ഷേ ഇല്ല, സി ആ പോണ്ടിലെടുത്ത് ചാടുമ്പോഴുള്ള ഒരു വേവ്, റിപ്പിൾ ക്രിയേറ്റിംഗ് എഫക്റ്റ് ഉണ്ടല്ലോ, അതും കൂടെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ദ ഫ്രോഗ് സിംപ്ലി ജംപ്സ് ഇൻ ടു ദ പോണ്ട്. ഇഫ് ദ ഓൾ പോണ്ട് ഇസ് സിംബലിക് ഓഫ് ദ സെൽഫ്, ദെൻ ദ ഫ്രോഗ്സ് ആക്ഷൻ വിൽ ക്രിയേറ്റ് റിപ്പിൾസ് ഇൻ ഇറ്റ്, ലൈക്ക് ദ സൗണ്ട് ഓഫ് ദ സ്പ്ലാഷ് ക്രിയേറ്റിംഗ് റിപ്പിൾസ് ഓഫ് തോട്ട്സ് ഇൻ വൺസ് മൈൻഡ്. ഓക്കെ, അത് ആലോചിക്കുക, ഒരു പോണ്ടിലോട്ട് ചാടുമ്പോൾ അത് ചാടുന്നതിനെ തുടർന്ന് അതിൽ റിപ്പിൾസ് ഉണ്ടാവണം അല്ലേ, വേവ്സ് പോലെ ഉണ്ടാവുന്നു. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ പോയിറ്റ് ഇപ്പോൾ ട്രാങ്ക്വിൽ മൈൻഡായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക, എന്തെങ്കിലും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ആയിരിക്കും ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. ആൻഡ് ദാറ്റ് സൗണ്ട് ക്രിയേറ്റ്സ് തോട്ട്സ് ഇൻ ഹിസ് മൈൻഡ് അല്ലേ. അപ്പോൾ കണ്ടോ, മൈൻഡിനുള്ളിലും ആ ഒരു പെർട്ടിക്കുലർ സൗണ്ട്, ആ വെള്ളത്തിലോട്ട് വീഴുന്ന ആ ഒരു സൗണ്ട് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, റിപ്പിൾസ് ഓഫ് തോട്ട്സ് ഒരാളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ പോണ്ട് ആൻഡ് ദ പോയറ്റ്സ് മൈൻഡ് വാസ് ട്രാങ്ക്വിൽ അൺടിൽ ദ ഫ്രോഗ് ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. ഇറ്റ് ഷോസ് ദ കണക്ഷൻ ബിറ്റ്വീൻ നേച്ചർ ആൻഡ് മാൻ. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും കണക്ഷൻ, ഒബ്ജക്ട്സ് തമ്മിലുള്ള കണക്ഷൻസ്, അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. നേച്ചർ ആൻഡ് മാനിനെ കുറിച്ചുള്ള, മാനും നാച്ചുറലായിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റും നേച്ചറിൻ്റെ ബാക്കിയുള്ള എലമെൻസുമായിട്ടുള്ള കണക്ഷനെ കുറിച്ച് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. വൺ സിമ്പിൾ ആക്ഷൻ which disrupted the pond's tranquility also disrupts the poet's silent meditation. ആ ഒരു പോണ്ടിൻ്റെ ട്രാങ്ക്വിലിറ്റിയെ ഡിസ്ട്രപ്റ്റ് ചെയ്തത് എന്താണോ അത് തന്നെയാണ് എന്തിനെ ഡിസ്ട്രപ്റ്റ് ചെയ്തത്, പോയിറ്റിൻ്റെ സൈലൻറ്റ് മെഡിറ്റേഷനെയും ഡിസ്ട്രപ്റ്റ് ചെയ്തത്. In the last line of the haiku, that is the sound of the water, ഇവിടെ sound of the water splash എന്നുള്ള ആ ഒരു നിങ്ങൾ ആലോചിക്കുക. The sound becomes an interesting part of the imagery. അവിടെ സൗണ്ട് ആണ് ആ ഇമേജറിയുടെ ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് മാറുന്നത്. ഓഡിറ്ററി ഇമേജറിയാണ് അവിടെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത്. The sound is not artificial. അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായ സൗണ്ടല്ല, പകരം എന്താ, നാച്ചുറലായിട്ടുണ്ടായ സൗണ്ടാണ് അല്ലേ. കാരണം ഫ്രോഗ് ജമ്പിങ് എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം. സോ അതിലുണ്ടാകുന്ന സൗണ്ടും വളരെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം.
An external stimulus is responsible for the creation of sound. When the frog jumps into the water, it generates a short staying sound which calls for the poet's attention. അത് പോയറ്റ് ചുമ്മാ ഇരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നും ചിന്തിക്കുകയല്ല, അല്ലാതെ ചുമ്മാ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ഷനിൽ പുള്ളി ഇരിക്കുകയാണെന്ന് വെച്ചുള്ളൂ, ഈ ദ സൗണ്ട് കോൾസ് ഫോർ പോയറ്റ്സ് അറ്റൻഷൻ, അല്ല, പോയറ്റിൻ്റെ അറ്റൻഷൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. At the same time, the sound of the splash helps the reader compare the state of existence before the frog's action and after that. അത് നമ്മളത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യാൻ നമുക്കത് ആ ഒരു ഫ്രോഗിൻ്റെ ആക്ഷന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിൻ്റെ മുന്നേയും പിന്നെയും എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ലൈക്ക് ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സൈലൻസ്, ഓക്കെ, ദെൻ ദർ വാസ് എ സൗണ്ട് ആൻഡ് ദെൻ സൈലൻസ് അഗൈൻ. ഈ 3 സ്റ്റേജസ് ഓക്കെ നമുക്ക് കാണിച്ചു തരുന്നു. That simple action wrought a lot of changes. It made a sound. It calls for the poet's attention to both the natural world and also help him go back to the peaceful state where he reversed the silent state of existence, thus heightening the level of poet's meditation. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ആ ഒരു സിമ്പിൾ ആക്ഷൻ അത് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് മെയ്ഡ് എ സൗണ്ട്, ഒരു സൗണ്ട് ഉണ്ടാകും, നാച്ചുറൽ ആയിട്ടുള്ളൊരു സൗണ്ട് ഉണ്ടാക്കുന്നു. ദെൻ ഇറ്റ് കോൾസ് ഫോർ ദ പോയറ്റ്സ് അറ്റൻഷൻ ടു ബോത്ത് ദ നാച്ചുറൽ വേൾഡ് ആൻഡ് ഹിസ് ഓൺ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതുകൊണ്ട് അത് ആഡ് ചെയ്യാനുള്ളതാണ് ഇവിടെ, ഞാൻ ആഡ് ചെയ്ത് തരാം. അത് പുള്ളിയുടെ തന്നെ മനസ്സിൽ ആ നാച്ചുറൽ വേൾഡിലോട്ടുള്ള അറ്റൻഷനും സീക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തന്നെ മനസ്സിലോട്ടുള്ള അറ്റൻഷനും സീക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹെൽപ്സ് ഹിം ഗോ ബാക്ക് ടു ദ പീസ്ഫുൾ സ്റ്റേറ്റ് വേർ ഹി റിവേഴ്സ് ദ സൈലൻറ്റ് സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ്. ഓക്കെ, അത് പുള്ളിക്ക് സൈലൻറ്റ് സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് വേണം. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഹിം ആ ഒരു സൗണ്ടിൽ നിന്ന് തിരിച്ച് അതിലോട്ട് പോകാനും പുള്ളിയെ ഹെൽപ്പ് ചെയ്യുന്നത് ആ സെയിം സൗണ്ട് തന്നെയാണ്. ദ സൈറ്റിംഗ് ദ ലെവൽ ഓഫ് പോയറ്റ്സ് മെഡിറ്റേഷൻ. അങ്ങനെ പോയറ്റിൻ്റെ ആ മെഡിറ്റേഷൻ ലെവൽ എന്ന് പറയുന്നത് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് സിമ്പിളായിട്ടുള്ള പോയമാണ്, പക്ഷേ ഇത്രയും പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ശരിക്കും ഹൈക്കു എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഈവൻ ഒരു ഇത്രയും ചെറിയ പോതൽ പോലും എത്രത്തോളം കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കാരണം നിങ്ങൾക്ക് അടുത്ത സെം ആകുമ്പോൾ നിങ്ങൾക്ക് വില്യം കാർലോസ് വില്യംസിൻ്റെ റെഡ് വീൽ ബാരോ ഓക്കെ എന്നുള്ള പോം പഠിക്കണം. അത് സിമിലർ ടു ഹൈക്കു ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ഹൈക്കു. ഇപ്പോൾ ഈ നമ്മുടെ കുഞ്ഞു പോമത്തിനുള്ളിൽ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള വലിയൊരു മെസ്സേജ് അടങ്ങിയിരിക്കുന്ന തരത്തിലുള്ള പോയമാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് പഠിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ദാറ്റ്സ് വൈ. സോ എനിവേ താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.